ഏതത്ത് വ്രതം മമ, അതെൻ്റെ വ്രതമാണ്. അതുകൊണ്ട് ആ ഭക്തൻ്റെ പാദദാസനായിട്ട് ഞാനിരിക്കും, കാവൽക്കാരനായിട്ട് ആ ബലിയെ ഞാൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയി സിംഹാസനത്തിലിരുത്തി. പുറത്ത് വെയിലും മഴയും കൊണ്ട് ആര് നിൽക്കുക? വാമനമൂർത്തി നിൽക്കുകയാണ് തൻ്റെ ഭക്തനെ രക്ഷിച്ചും കൊണ്ട്. ആ വാമനമൂർത്തിയാണ് നമ്മളെന്ത് പറയണത്? ചവിട്ടി താഴ്ത്തി പറയണത്. തമാശയ്ക്കാണെങ്കിൽ പോലും എന്ത് പറയരുത്? ചവിട്ടി താഴ്ത്തി എന്ന് പറയരുത്. തമാശയ്ക്കാണെങ്കിൽ പോലും കോലം കെട്ടിക്കരുത്. നമ്മൾ ഓണക്കാലായ തുടങ്ങി കൊമ്പമീശക്കാരെയൊക്കെ കൊണ്ട് നിർത്തി മഹാബലി എന്നും പേരിട്ട് കഷ്ടമാണ് സ്ഥിതി എന്നർത്ഥം. ഇതാണ് ബലിചരിത്രം. ബലിയുടെ യോഗ്യത, ഭക്തൻ്റെ കേമത്വം, അതാ കാണിച്ചിട്ടുണ്ട്. ഭഗവാന്റെ വാത്സല്യം, ഗുരുനാഥൻ്റെ മഹത്വം. ഇവിടെ ആരും തോറ്റിട്ടില്ല, എല്ലാവരും ജയിച്ച കഥയാണ്. ഗുരുനാഥൻ ജയിച്ചില്ലേ? ശുക്രാചാര്യൻ ജയിച്ചില്ലേ? വാമനമൂർത്തി ജയിച്ചില്ലേ? ബലിചക്രവർത്തി തോറ്റുപോയോ? മഹാബലിയായി മാറിയില്ലേ? അതാണ് ബലിചരിത്രം. അതിനുശേഷം പിന്നീട് മത്സ്യമൂർത്തിയുടെ കഥ, മത്സ്യാവതാരം. ഇതുപോലെ ചെറുതായിട്ട് വന്ന് വലുതായതല്ലേ. ആ അവതാരത്തിനും വലിയൊരു ലക്ഷ്യമുണ്ട്. ഒരവതാരത്തിന് ഒരു ലക്ഷ്യം മാത്രമല്ല, കുറേ ഉണ്ടാവും. ഒരു കഥ അങ്ങനെയാണ്. പണ്ട് ബ്രഹ്മാവ് ഉറങ്ങുന്ന സമയത്ത് തൻ്റെ മുഖത്തുനിന്ന് വേദം നഷ്ടപ്പെട്ടു. അമിതമായ ഉറക്കം അത് വിഷമമാണ്. ഭാഗവതം കേൾക്കുമ്പോൾ ഉറക്കത്തിനെ പറയുന്നത് കേട്ടോ. രാത്രി കിടന്നുറങ്ങണമെന്നും കുഴപ്പമില്ല. അതല്ലാതെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, തനിക്ക് ഉയർച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ നേരെ പുറംതിരിച്ച് നിൽക്കുക, അങ്ങനെ വന്നാലുള്ള അപകടം. ബ്രഹ്മാവിന് അങ്ങനെ വന്നു. അദ്ദേഹം ഒന്ന് കണ്ണടച്ചു, കയ്യിൽ നിന്ന് എന്ത് പോയി? ഭാഗവതം പോയി. നമ്മൾ ഉറങ്ങുമ്പം കയ്യിൽ നിന്ന് ഭാഗവതം വീഴില്ലേ? വീഴുമ്പോഴറിയാം. ഇതേപോലെ കയ്യിൽ നിന്ന് ഭാഗവതമല്ല, അവിടെ വേദമാണ്, വേദം പോയി. കയ്യിൽ നിന്ന് വേദം നഷ്ടപ്പെടും. നമ്മൾ പറയുക അറിവ് നഷ്ടപ്പെടില്ല ഉറങ്ങിയാൽ നോക്കിയാൽ പറയുക. ന ചോരഹാര്യം ന രാജഹാര്യം ന ഭ്രാതൃഭാജ്യം ന ച ഭാരകാരി എന്നൊക്കെ പറയുക. അതൊക്കെ പറയാം. പക്ഷേ നിത്യം നമ്മൾ ശാസ്ത്രം പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ച വിദ്യ നഷ്ടപ്പെടും. സ്വാധ്യായത്തിൻ്റെ മഹത്വം എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ സ്കന്ധം നിർത്തുന്നത്. അതുകൊണ്ട് സ്വാധ്യായം ഇല്ലാണ്ടിയായി, നിത്യം ശാസ്ത്രം പഠിക്കാണ്ടിയായി, ഭാഗവതം കേൾക്കാണ്ടി എന്നർത്ഥം. ഒന്ന് കേൾക്കാണ്ടിരുന്ന് നോക്കൂ, നമ്മുടെ ബാറ്ററി ലോ ആവണത് കാണാം. ഇപ്പോഴൊക്കെ അങ്ങനെ ഒരു 60%, 70%, നാളെ 80, 12 അധ്യായമൊക്കെ വായിക്കുമ്പോൾ 100 ഇങ്ങനെ നിൽക്കാവും. അതങ്ങനെ നിർത്തണം. ലേശം ലേശം കുറയണതിനനുസരിച്ച് ചാർജ് ചെയ്യണം. അതില്ലാതെ ഞാൻ ഓരോ പ്രാവശ്യം കേട്ടതാ എന്നും പറഞ്ഞ് തോന്നിയ വഴിക്ക് പോയാൽ ഭാഗവതം കേട്ട ആളാണെങ്കിലും അപകടം സംഭവിക്കും. ബ്രഹ്മാവിന് സംഭവിച്ചു. ഇനി നമ്മൾ പരീക്ഷിക്കണം. അതുകൊണ്ട് എന്നും ഇത് കയ്യിൽ വെച്ചോളൂ എന്നർത്ഥം. കയ്യിൽ നിന്ന് വേദം ഹയഗ്രീവനെന്ന അസുരം കൊണ്ടുപോയി, അവർക്ക് കൊണ്ടുപോയാൽ വളച്ചൊടിക്കും. ഈ കഥകളൊക്കെ വേണ്ടവരുണ്ടാവും. അവർക്കെന്തിനാ വെച്ചാൽ അവരുടെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ട് അവർ വളച്ചൊടിച്ച് അവതരിപ്പിക്കും. ബലിചരിത്രമൊക്കെ നമ്മൾ കേട്ടതുപോലെ ഈ ചരിത്രം അവർക്ക് വേണം. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് നമ്മളെയൊക്കെ അമ്പലത്തിൽ പോവാണ്ടി ആക്കണം. ആ പാകത്തിന് കഥ ഉണ്ടാക്കും. ബലിചക്രവർത്തി ഉണ്ടായിരുന്നു, അയാൾ ചവിട്ടിത്താഴ്ത്തി വിഷ്ണു. പിന്നെ ആരും അമ്പലത്തിലേക്ക് വരില്ല. കുട്ടികളാരെങ്കിലും വരുന്നുണ്ടോ? ഭാഗവതം കേൾക്കാൻ വരുന്നില്ലല്ലോ. കാരണം ഈ കഥ കേട്ടോണ്ടാണ്. ഈ കഥ കേട്ടവരെന്ത് ചെയ്യില്ല? അമ്പലത്തിൽ പോവില്ല. ഇങ്ങനെ ചവിട്ടിത്താഴ്ത്തിയ ആ സവർണ ഫാസിസ്റ്റാണോ വാമനമൂർത്തി എന്നാൽ വരില്ല, പറയും. ഇത്രയേ ഉള്ളൂ. ഈ മട്ടിൽ എന്ത് ചെയ്യാണ്? അതിനെ അവതരിപ്പിക്കുകയാണ്. കഥാപാത്രങ്ങൾ വേണം, ചെറിയൊരു കഥയും ആവശ്യമാണ്. അതിനൊക്കെ വളച്ചൊടിച്ച് ആളുകളെ ഭാഗവത്തുനിന്ന് ഭഗവാനിൽ നിന്ന് അകറ്റാൻ പാകത്തിന് അവതരിപ്പിക്കുന്ന ആ ഒരു ബുദ്ധിക്കാണെന്ത് പറയുക? അസുരബുദ്ധി എന്ന് പറയുക. ഹയഗ്രീവൻ കൊണ്ടുപോയി. നിവൃത്തില്ലാണ്ട് ബ്രഹ്മദേവനെ ആരെ ആശ്രയിച്ചു? വിഷ്ണു ഭഗവാനെ ആശ്രയിച്ചു. മത്സ്യമൂർത്തിയായിട്ട് വന്ന് മത്സ്യമാർഗം. അത് പറയാം. മത്സ്യമാർഗം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ എവിടെയാണ് മത്സ്യം സഞ്ചരിക്കണം എന്നുള്ളത് ആർക്കറിയാം? മത്സ്യത്തിനറിയാം എവിടെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല, അതിനറിയാം. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ വീഴ്ചയില്ലാണ്ട് എങ്ങനെ സഞ്ചരിക്കണം എന്നുള്ള കാര്യം ആർക്കറിയാം? ഗുരുനാഥനറിയാം. ആ ഗുരുനാഥനായിട്ട് വന്ന് ആ അജ്ഞാനം ഇല്ലാണ്ടിയാക്കി ആരനുഗ്രഹിച്ചു? ബ്രഹ്മാവിന് വേദം തിരിച്ചു കൊടുത്ത് കൃതാർത്ഥനാക്കിയ കഥ. അതാണ് മത്സ്യാവതാരം. എപ്പോഴും ഓർക്കേണ്ടൊരു അവതാരമാണ്. അതാണ് ആദ്യത്തെ അവതാരമായിട്ട് പറയുക, മത്സ്യാവതാരം. ഗുരു എന്നാണ് താല്പര്യം. അതിലൊരു സ്തുതിയിൽ 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ ഗുരു 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 എന്നിങ്ങനെ ആവർത്തിക്കും. അങ്ങനെയുള്ള ഗുരുനാഥനാണ് അങ്ങ് എന്ന് പറഞ്ഞ മത്സ്യമൂർത്തിയെ സത്യവ്രത രാജാവ് നമസ്കരിക്കുകയാണ്. ആ മത്സ്യമൂർത്തി നമ്മളെയും അനുഗ്രഹിക്കട്ടെ. എന്നും സ്വാധ്യായം ഉണ്ടാവട്ടെ. എപ്പോഴും ശാസ്ത്രം പഠിക്കുന്നതിലുള്ള താല്പര്യം വിട്ടുപോവാതിരിക്കട്ടെ. ഇത് അനുഭവത്തിൽ വരട്ടെ. അതുവരെ നമുക്കും ഭാഗവത്തെ ആശ്രയിക്കാം. ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഉച്ചവരെയുള്ള ഈ പ്രഭാഷണം ഭഗവാന്റെ പദാരബന്ധങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.